ഇനി അയോധ്യ വീടിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്താ കാരണം വെച്ചാല് ഒരു പക്ഷേ വരുന്ന ഒരു തലമുറ മുഴുവൻ പഠിക്കേണ്ട ഒരു കാര്യം. എനിക്ക് അയോധ്യ എന്നൊരു വിഷയം പറയുമ്പോൾ എന്താ കാരണം, ഞാൻ ഒരു മാധ്യമ പ്രവർത്തന എന്ന നിലയിൽ ഈ അയോധ്യയില് ബാബറി മസ്ജിദ് 1992 ഡിസംബർ 6 ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ. ഞങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകര് ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് പുലർച്ചെ ഒരു അംബാസഡർ കാറിൽ കുത്തി നിറച്ച് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ മതനിരപേക്ഷതയെ താങ്ങി നിർത്തി 500 വർഷം പഴക്കമുള്ള ആ മസ്ജിദ് ധൂളികളാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും നിരച്ചിരുന്നു. എന്താ കാരണം, ഇന്ത്യ എന്നുള്ള ആ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്തെക്കുറിച്ചുള്ള വലിയൊരു മതിപ്പ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. അതുണ്ടാകാൻ ഒരു കാരണം എന്ന് വെച്ചാല് ഇന്ത്യ എന്നുള്ള ആശയം എന്റെ മനസ്സിൽ രൂപപ്പെടുത്തിയത് ഞാനൊരു മലയാളി എന്ന നിലയ്ക്കാണ്. ഒരുപക്ഷെ ഡൽഹിയിലേക്ക് ഞാൻ വണ്ടി കയറുമ്പോൾ ഞാൻ കൊണ്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഒരു മലയാളി രൂപപ്പെടുത്തിയ ഇന്ത്യയുടെ ആശയമാണ്. സാഹോദര്യത്തോടെ തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ കഴിയുന്ന, ജാതിക്കും മതത്തിനും മറ്റ് വേർതിരികൾക്കും അതീതമായി സഹകരിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളായിരുന്നു ഒരുപക്ഷെ ഇന്ത്യ എന്നുള്ള ആ ഒരു ആശയത്തിന് എന്റെ മനസ്സിൽ ഒരു അതിരുകൾ നൽകി. ആ ബാബറി മസ്ജിദ് അതിന്റെ പ്രയാണത്തിൽ എന്ത് സംഭവിച്ചു, എന്തായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയും. അപ്പം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എത്ര ചടങ്ങുകളാണ് നടക്കുന്നത് എനിക്കറിയില്ല. എന്താ കാരണം എന്ന് വെച്ചാല് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി. എന്റെ മനസ്സിലേക്ക് വരുന്നത് 1951 നെഹ്റു രാജേന്ദ്ര പ്രസാദിന് എഴുതിയ 2 കത്തുകളാണ്. 2 കത്തുകൾ. ഒരുപക്ഷെ ഞാൻ ആ കത്തിന്റെ കോപ്പി കഴിഞ്ഞ ദിവസം ഇവിടെ എന്താ പറയാ തീൻമൂർത്തി ലൈബ്രറി പോയപ്പോൾ ഞാൻ അത് എടുത്തു വെച്ചു. ഞാൻ വേറൊരു ലേഖനത്തിന് വേണ്ടി വെച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്റെ ഫോണിൽ അത് കാണുന്നു. അദ്ദേഹം ആദ്യം എഴുതിയൊരു കാര്യം 1951 ഏപ്രിൽ 30 നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമെന്ന് പറയുന്നത് സെക്യുലറിസം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം എന്ന് പറയുന്നത്. April 30th, 1951 ഫസ്റ്റ് ലെറ്റർ. അതിന്റെ പ്രസക്തമായ കാര്യമാണ്. President should not be associated with the religious function of one particular community because it's a secular country. ഇതാണ് എന്റെ സമ്മാൻ സബ്സ്റ്റൻസ്. 1951 ഏപ്രിൽ. അദ്ദേഹത്തിന് മറുപടി വരുന്നുണ്ട്. അതിനുശേഷം രണ്ടാമതൊരു കത്ത് മെയ് 10 അദ്ദേഹം അയക്കും. അത് കുറെ കൂടി കട്ടിപ്പിച്ച വാക്കുകൾ. He reiterates his opposition and he wrote, "Your presence would be used for political purposes and would harm India's secular image." 75 വർഷം മുമ്പ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി അന്നത്തെ പ്രസിഡന്റിന് അയച്ച രണ്ടാമത്തെ കത്തിലെ വാക്കും കഴിഞ്ഞ ദിവസം അയോധ്യയിൽ നടന്ന സംഭവം ഒന്ന് കൂട്ടിയടയ്ക്കുന്നു. നെഹ്റുവിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്കുള്ള ദൂരമാണ് ഒരുപക്ഷെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന പരിസരത്തിലേക്ക് നമ്മൾ മാറാനുള്ള കാര്യം. പാർലമെന്റില് അയോധ്യ പ്രാണപ്രതിഷ്ഠയെ കുറിച്ചുകൊണ്ട് ചർച്ച വന്നപ്പോൾ ഞാനൊരു ചെറിയ പ്രസംഗം നടത്തി. അന്ന് ഇവരെല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതല എന്ന് പറയുന്നത് ദൈവങ്ങൾക്ക് പ്രാണം കൊടുക്കലല്ല. യഥാർത്ഥത്തിൽ ദൈവങ്ങളാണ് പ്രാണം നൽകുന്നത്. പൗരന്മാർക്ക് പ്രാണം കൊടുക്കലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. മണിപ്പൂരിൽ പൗരന്മാരുടെ പ്രാണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പോകാതെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ദൈവത്തിന് പ്രാണം കൊടുക്കാൻ വേണ്ടി അയോധ്യയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് തന്നെ ഭരണഘടനയുടെ ലക്ഷ്യം. അന്ന് ഇങ്ങനെ പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രിട്ടാസ് ഇങ്ങനെയൊന്നും പ്രസംഗിക്കരുത്, ഇവര് വലിയ അപകടകാരികളാണ്, നിങ്ങളെ ചെപ്പെടുത്തിക്കളയും.
അങ്ങനെ പറഞ്ഞൊരു സംഭവം കൂടി. പക്ഷെ ഒരുപക്ഷെ എന്നെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ഞാനെന്ന ഒരു പൊതുപ്രവർത്തനെ രൂപപ്പെടുത്തിയ കേരളത്തിന്റെ പരിസരമായിരുന്നു. ഇപ്പം ഞാനിപ്പോ പലരോടും പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് കേരളം പ്രദാനം ചെയ്തൊരു ശക്തിയാണ്. ഇപ്പോഴും ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ള പല ആൾക്കാരെയും ഞാൻ കാണുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ പ്രസൻസ് റോൾ ചെയ്യപ്പെട്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ആശയതലത്തിന്റെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ചിന്തിക്കാനും പല കാര്യങ്ങളിലും വ്യാപൃതരാകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഒരുപക്ഷെ നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യം, CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസിനെ സർപ്പാസ് ചെയ്യുന്ന ഒരു ഘടകം. ഇപ്പം രാഹുൽ ഗാന്ധിനെ ആശയപരമായിട്ട് കുറെ കൂടി ദൃഢത വരുത്താൻ സഹായിച്ചത് സീതാറാം യെച്ചൂരിയാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാര് പരസ്യമായി സമ്മതിക്കുന്നതിന് കാരണം എന്താ? കാരണം ഇത് ശരിയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്താണ് ഭസ്മമെല്ലാം പൂശിയിട്ട് ഞാൻ ശിവഭക്തനാണെന്ന് പറഞ്ഞ് പൂണുപുരുട്ട ശിവഭക്തനാണെന്ന് പറഞ്ഞ് നടന്നിരുന്നൊരു കാലമുണ്ട് രാഹുൽ ഗാന്ധി. ആ കാലഘട്ടത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി എത്രത്തോളം മാറിയെന്ന് നമ്മൾ കാണുമ്പോൾ ആ മാറ്റത്തിന്റെ പിന്നിൽ ഒരുപക്ഷെ ഇടതുപക്ഷ പരിസരം നൽകിയിട്ടുള്ള ഒരു പ്രചോദനം കൂടി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൽ സീതാറാമിനെ പോലുള്ള വ്യക്തികളുടെ ഒരു സാന്നിധ്യം വളരെ പ്രസക്തമാണ്. അതിൽ അടിവരയിടാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ തയ്യാറാകുന്നുണ്ട്. നോക്ക്, എങ്ങനെയാണ് നമ്മുടെ ഒരു സെക്യുലർ നേഷന്റെ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ദൗത്യം ഈ പറഞ്ഞ ഒന്നാമത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയിലേക്ക് എത്തുമ്പോൾ മാറിയിരുന്നുള്ള ഒരു കാര്യം പറഞ്ഞു.